PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു. ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ശിശുരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, എമർജൻസി വിഭാഗം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ. നിർത്തിയ ഇടത്തുനിന്നു തന്നെ ERF തിരച്ചിൽ പുനരാരംഭിച്ചു. വയനാട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരെ തിരഞ്ഞുള്ള എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ തിരച്ചിൽ കഴിഞ്ഞ ദിവസം മുണ്ടേരി മുതൽ സൂചിപ്പാറയ്ക്കു താഴെ കാന്തൻപാറ വരെ നടന്നിരുന്നു. അന്ന് നിർത്തിവെക്കേണ്ടി വന്ന ദൌത്യം ഞായറാഴ്ച രാവിലെ പുനരാരംഭിച്ചു. കാന്തൻപാറ മുതൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് മുകളിലേക്കാണ് ഞായറാഴ്ച തിരയുന്നത്. കഴിഞ്ഞ ദിവസം അവർ കയറി വന്ന അതേ വഴിയിലൂടെ തന്നെയാണ് ഞായറാഴ്ച തിരച്ചിലിനിറങ്ങിയിരിക്കുന്നത്. ഞായറാഴ്ചത്തെ ദൌത്യത്തിനായി തിരഞ്ഞെടുത്ത 32 ERF പ്രവർത്തകരും അവർക്ക് വഴികാട്ടാൻ 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഉണ്ട്. പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് തളരാതെ പതറാതെ മുന്നേറുന്ന എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ കർമ്മഭടന്മാർക്ക് ഇതൊരു നിയോഗമാണ്. ഏറ്റെടുത്ത ദൌത്യം പൂർത്തീകരിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഇതിനായി വയനാട് ജില്ലാ ദുരന്ത നിവാരണ വകുപ്പിന്റെ അനുമതിയും ലഭിച്ചിട്ടുണ്ട്. നമസ്കാരം, ERF അംഗങ്ങളാണ്. ഇന്ന് ഞങ്ങൾക്ക് വയനാട് നിന്നും നമ്മുടെ ERF അംഗങ്ങൾ തെരച്ചിലിന് വേണ്ടി വരണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ERFന്റെ 35ഓളം വരുന്ന അംഗങ്ങൾ തെരച്ചിലിനായിട്ട് നിലമ്പൂരിൽ നിന്നും പുറപ്പെട്ടു. 25ഓളം അംഗങ്ങളാണ് ഇപ്പോൾ പുഴയിൽ സെർച്ചിങ്ങിന് വേണ്ടിയിട്ട്, അത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള അംഗങ്ങളാണ് സെർച്ചിങ്ങിനായിട്ട് നമ്മൾ ഇവിടെ കാട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ നിൽക്കുന്ന ഏരിയന്റെ ഈ ബാക്കിൽ കാണുന്ന അതാണ് സൂചിപ്പാറ. അതിന്റെ പുറകിലായിട്ടാണ് ഈ വെള്ളച്ചാട്ടം 3 മടങ്ങായിട്ട് ചാടി വരുന്നത്. അതിങ്ങനെ ഒഴുകി നേരെ ഇപ്പുറത്ത് കൂടി പോയിട്ട് ഇതിന്റെ ബാക്കിലാണ് കാന്തൻപാറ വാട്ടർഫോൾസ്, ഇടത്ത സൈഡിൽ കൂടി കാന്തൻപാറ വെള്ളച്ചാട്ടവും ഇത് സൂചിപ്പാറ വെള്ളച്ചാട്ടമാണ്. ഇവിടുത്തെ ബാക്കിൽ നിന്നാണ് ഈ പൊട്ടി ഒഴുകി ചാലിയാറിലേക്ക് നമ്മുടെ മുണ്ടേരി ഭാഗത്തേക്കൊക്കെ ഈ മൃതദേഹങ്ങളും എല്ലാം വന്നിട്ടുള്ളത്. ഇതിന്റെ മുകളിൽ നിന്നും പതിച്ചിട്ടാണ് 3 ചാട്ടം ചാടിയിട്ടാണ് മൃതദേഹങ്ങളെല്ലാം ചിന്നി ചിതറിയ നിലയിലെല്ലാം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ERF അംഗങ്ങൾ മാക്സിമം അതിന്റെ മുകളിലേക്കും അതിലെ വേറെ വഴികളുണ്ടെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ഫോറസ്റ്റ് അത് നമുക്ക് വഴി കാട്ടാനായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മളൊപ്പം ഉണ്ട്. അവരുമായിട്ട് യോജിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ മാക്സിമം മുകളിലേക്ക് കയറുകയാണ്. ഞായറാഴ്ചത്തെ തിരച്ചിലിനായി ERFന്റെ നിലമ്പൂർ, എടവണ്ണ, തിരുവാലി, മലപ്പുറം, വാഴക്കാട് യൂണിറ്റുകളിൽ നിന്നുമായി 32 അംഗസംഘം വെളുപ്പിന് നിലമ്പൂരിൽ നിന്ന് 4 വാഹനങ്ങളിലായി പുറപ്പെട്ട് രാവിലെ 8 മണിയോടെ വയനാട് ജില്ലയിലെ മേപ്പാടിക്കടുത്തുള്ള റിപ്പൺ എസ്റ്റേറ്റ് ആനക്കാപ്പിൽ നിന്നും കാന്തൻപാറയിലേക്ക് എത്തിച്ചേരുകയും തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. സഹായത്തിനായി നാട്ടുകാരായ യുവാക്കളും ഒപ്പമുണ്ട്. N4 ന്യൂസ്, നിലമ്പൂർ. കിഴക്കൻ ഏറനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല. ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ 1000-ൽ പരം തിമിര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ്. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. തിമിര ശസ്ത്രക്രിയ, വെട്രിയോറെറ്റിന, കോർണിയ, പീഡിയാട്രിക് ഒപ്തൽമോളജി, ഗ്ലൂക്കോമ, ജനറൽ ഒപ്തൽമോളജി, ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ. ടെക്ടോണ ഐ ഹോസ്പിറ്റൽ, ഊട്ടി റോഡ്, നിലമ്പൂർ, ചന്തക്കുന്ന്. ഫോൺ 9605221501, 0493 122 1501.